ഇതിനൊക്കെ നിയമമുണ്ട്. നിയമവ്യവസ്ഥ അനുസരിച്ച് ബഹുമാനപ്പെട്ട സെക്രട്ടറി നമ്മൾ പരാതി കൊടുത്തു. അദ്ദേഹം പഠിക്കട്ടെ. നമ്മൾ എന്തായാലും ഹയർ ഇതിലേക്ക് പോകാറുണ്ട്. ഒരു കാര്യം പറയാനുള്ളൂ, നിയമവും ചട്ടങ്ങളും ഒക്കെ പഠിക്കണം. അല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. ഇപ്പൊ നമ്മൾ ഒരു അനുകമ്പാപൂർവ്വം പ്രത്യേക സാഹചര്യങ്ങളിൽ ആരോഗ്യ വിഷയങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സഹായമാണ്. ആ സഹായം മിസ്യൂസ് ചെയ്തുകൊണ്ട് കാപ്പ കേസിന് കൊലക്കേസ് ഒതുക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ നാട് അങ്ങോട്ട് പോകും. അപ്പൊ നമ്മൾ പറയുന്നത്, ചാലഞ്ച് ചെയ്യുന്നത്, നമ്മുടെ 1994 മുനിസിപ്പാലിറ്റി ആക്ട് അനുബന്ധ ചട്ടത്തിലോ ഒരിടത്തും കൗൺസിലർമാർക്ക് അവധി അനുകൂലിക്കുന്നുള്ള പ്രത്യേക വ്യവസ്ഥകളില്ല. അത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ശബ്ദ വോട്ടോടുകൂടി ഇന്ന് സുഗതന് ഇത് ചെയ്യാമെന്ന് പറഞ്ഞത് നിയമവിരുദ്ധമാണ്. അപ്പൊ അത് പറയുന്നത്, absent himself without the permission of the municipality concerned from the meetings as the case may be, without the permission of the municipality എന്ന് മാത്രമാണ് ചട്ടത്തിൽ പറയുന്നത്. ഈ വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ദ മുനിസിപ്പാലിറ്റി എന്ന് വെച്ചാൽ ലീവ് എന്നല്ല, അവധി എന്നല്ല. അപ്പൊ ലീവും അവധി എന്ന് പറഞ്ഞ സാധനം ഈ മുനിസിപ്പാലിറ്റി ചട്ടത്തിലില്ല. അപ്പൊ ഇന്ന് ബഹുമാനപ്പെട്ട മേയർ ലീവ് കൊടുക്കുന്നു എന്ന് പറഞ്ഞത്, രണ്ടാമത് ഈ ലീവ് കൊടുക്കുന്നതിന് ശബ്ദ വോട്ട് എടുക്കുന്നതൊന്നും നിയമത്തിന്റെ ഭാഗമല്ല. മുനിസിപ്പാലിറ്റി ആക്ടിൽ ലീവ് എന്ന് പറയുന്നത് നമ്മൾ ഒരു അനുകമ്പാപൂർവ്വം പ്രത്യേക സാഹചര്യങ്ങളിൽ ആരോഗ്യ വിഷയങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സഹായമാണ്. ആ സഹായം മിസ്യൂസ് ചെയ്തുകൊണ്ട് കാപ്പ കേസിന് കൊലക്കേസ് ഒതുക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ നാട് അങ്ങോട്ട് പോകും. അപ്പൊ നമ്മൾ പറയുന്നത്, ചാലഞ്ച് ചെയ്യുന്നത്, നമ്മുടെ 1994 മുനിസിപ്പാലിറ്റി ആക്ട് അനുബന്ധ ചട്ടത്തിലോ ഒരിടത്തും കൗൺസിലർമാർക്ക് അവധി അനുകൂലിക്കുന്നുള്ള പ്രത്യേക വ്യവസ്ഥകളില്ല. അത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ശബ്ദ വോട്ടോടുകൂടി ഇന്ന് സുഗതന് ഇത് ചെയ്യാമെന്ന് പറഞ്ഞത് നിയമവിരുദ്ധമാണ്. അപ്പൊ അത് നിയമവിരുദ്ധമായി ചെയ്തിട്ടുള്ള ഈ പ്രോസസ്സിനെതിരെ നമ്മുടെ വിയോജിപ്പ് ഞാനും ആസ് പാർലമെന്ററി പാർട്ടി ലീഡർ എല്ലാ കൗൺസിലേഴ്സും അതിന്റെ വിയോജിപ്പ് ആദ്യം അങ്ങേക്ക് നൽകുകയാണ്. രണ്ടാമത്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള നിയമപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും കൗൺസിലർ 91K പറയുന്നത് തുടർച്ചയായ 3 കൗൺസിൽ അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ അനുവാദം കൂടാതെ ഹാജരാകാതിരിക്കുന്ന പക്ഷം മുനിസിപ്പാലിറ്റി നിയമം വകുപ്പ് 91K പ്രകാരം കൗൺസിലറായി തുടരുന്നതിന് അയോഗ്യനായി തീരുമാനമെന്ന വ്യവസ്ഥയുണ്ട്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ വാഴൂട്ടുകാണം വാർഡ് കൗൺസിലർ സുഗതൻ മെയ് 10, ജൂൺ 29, ഇന്നുള്ള ജൂലൈ 31 ഈ 3 തീയതി നടന്ന കമ്മിറ്റി യോഗങ്ങളിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് നിയമപ്രകാരം അദ്ദേഹം 3 കൗൺസിലിൽ പങ്കെടുത്തിട്ടില്ല. 3 കൗൺസിലിൽ പങ്കെടുക്കാത്തത് കൊണ്ട് സുഗതനെ അയോഗ്യനാക്കണമെന്നുള്ള നമ്മൾ കൊടുക്കുന്നുള്ള നമ്മുടെ റിക്വസ്റ്റാണ്. ഇത് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും അതോടൊപ്പം നമ്മൾ ഇലക്ഷൻ കമ്മീഷനോടും പറയുകയാണ്. അപ്പൊ അങ്ങ് നീതിപൂർവ്വം ഇത് നോക്കിയാൽ മതി. ഇവിടെ ഒരിടത്തും ചട്ടത്തിൽ ഈ വിഷയം പറയുന്നില്ല. അയോഗ്യനാക്കാനുള്ള ധാരാളം പ്രീസിഡൻസുകളുണ്ട്. അപ്പൊ ഇത് പഠിച്ചുകൊണ്ട് ഓക്കെ, ഞാൻ ഇതിനകത്ത് വകുപ്പിൽ എവിടെയാണ് ഈ അവധി എന്ന് പറയുന്നത്, ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ് അറിയാൻ വേണ്ടി വകുപ്പിൽ എവിടെയാണ് അവധി എന്നുള്ളത് ഞാൻ ഒരു വിഷയമേ പറയുന്നില്ല. അവധി എന്നുള്ളത് അതൊരു ഹെൽപ്പ് കൊടുക്കുന്ന, അവനൊരിപ്പം ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ പരീക്ഷ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക സമയത്ത് കൊടുക്കുന്ന ഒരു സഹായമാണ്. അതൊരിക്കലും ഒരു പ്രീസിഡൻസ് ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നാളെ ഇവിടെ കൊലക്കേസ് പ്രതികളും ആൾക്കാർ വന്നിട്ട് ജനങ്ങളുടെ ആവശ്യം ഉണ്ടോ? ഓക്കെ 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 ശരി. മറ്റേ എനിക്കൊന്ന് അയച്ചു തരണേ പറഞ്ഞ സാധനം. ഇപ്പൊ അയച്ചോ? അത് കഴിഞ്ഞോ? ഞാൻ പറഞ്ഞിട്ട് ഹോം മിനിസ്റ്റർ എന്തോ പറഞ്ഞ സാധനം അത് കിട്ടിയ സർക്കാർ കിട്ടിയത്. ഹോം മിനിസ്റ്റർ എന്തോ അത് അയച്ചു തരുന്നത്, അത് കാണിക്കും. ഇന്നും വായിച്ചോക്കണം. അപ്പൊ അതിന്റെ ഞാൻ പറയാം. ഇക്കാര്യത്തിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. എന്താണ് മുനിസിപ്പൽ ചട്ടത്തിൽ പറയുന്നത്? ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ഇത്തരത്തിൽ ഒരു അപേക്ഷ നൽകാനോ അത് അംഗീകരിക്കാനോ കൗൺസിലിന് അധികാരമുണ്ടോ? അതാണ് ഇപ്പോൾ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. കൗൺസിലർക്ക് അവധി അനുവദിക്കുന്നത് കൗൺസിലാണ് അവധി അനുവദിക്കുന്നത്. അതിനെ സംബന്ധിച്ച് കൗൺസിലർ ശക്തിനോട് ഒരാക്ഷേപം ഉന്നയിച്ചുകൊണ്ട് കത്ത് തന്നിട്ടുണ്ട്. അതിന്റെ നിയമവശങ്ങൾ പരിശോധിച്ചതിന് ശേഷം അതിന്റെ മറുപടി നൽകുന്നതാണ്. സെക്രട്ടറിയാണല്ലോ ഇത്തരത്തിലൊരു ജയിലിൽ കിടക്കുന്ന ഒരു കൗൺസിലർക്ക് ഇത്തരത്തിൽ അവധി അപേക്ഷ നൽകാനോ അത് അംഗീകരിക്കാനോ ചട്ടത്തിൽ എന്താണ് പറയുന്നത്? ചട്ടം അനുവദിക്കുന്നുണ്ടോ? ഈ ജയിലിൽ കിടക്കുന്ന തടവ് പുള്ളിക്ക് ഇത്തരത്തിൽ അവധി അനുവദിക്കാൻ ചട്ടത്തിൽ പറയുന്നുണ്ടോ? ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ 2182/2024 നമ്പർ കേസിൽ ആലപ്പുഴ ജില്ലയിലെ മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറി BJP മുനിസിപ്പാലിറ്റിയാണ്. അവിടെ UDF കൗൺസിലർ സമാനമായ വിഷയത്തിൽ
അദ്ദേഹം ജയിലിലാണ്. ആ വിഷയത്തിൽ 12 ജൂണിൽ ഇപ്പൊ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഒരു സൈറ്റ് ചെയ്യാണല്ലോ, അപ്പൊ ഞാൻ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി വേറെ സൈറ്റ് ചെയ്യാണ്. 12/6 പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ സമാനമായ വിഷയത്തിൽ ഒരു പ്രതിപക്ഷ കൗൺസിലർ ജയിലിലായപ്പോൾ അതിൽ അവിടുത്തെ സെക്രട്ടറി കൊടുത്തേക്കുന്ന കത്താണ്: പാലക്കാട് നഗരസഭയിലെ വാർഡിലെ കൗൺസിലറായ താങ്കൾ സൂചന 1 പ്രകാരം നൽകിയ അവധി സൂചന നിരസിച്ചിട്ടുള്ളതാണെങ്കിലും തുടർച്ചയായ 3 മാസക്കാലവും 3 കൗൺസിലും ഹാജരാകാത്തത് കാരണം കേരള മുനിസിപ്പാലിറ്റി ആക്ട് 91K പ്രകാരം താങ്കൾക്ക് അയോഗ്യത സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയിക്കുന്നു. അപ്പൊ അദ്ദേഹം 2024 ആലപ്പുഴത്തെ വിധി പറയുകയാണെങ്കിൽ ഞാൻ 2026 പാലക്കാട് മുനിസിപ്പാലിറ്റി, അത് പഞ്ചായത്ത് ആക്ട് ആണ്. ഞാൻ കൂടുതൽ കറണ്ട് ആയിട്ടുള്ള മുനിസിപ്പൽ ആക്ട് പ്രകാരമുള്ള കഴിഞ്ഞ മാസത്ത് കൂടുതൽ ഇൻവോഗായിട്ടുള്ള കാര്യം ഞാൻ അങ്ങനെ വാട്സ്ആപ്പ് വെച്ചത്. അപ്പൊ അങ്ങ് പുന്നപ്രയുടെ കാര്യം പറയുമ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയും കൂടെ പഠിക്കണം. അത് മുനിസിപ്പാലിറ്റി ആക്ട് ആണ്, അത് LSDD ആക്ട് ആണല്ലോ, ആക്ട് വേറെയാണ്. സർ, എന്താണ് ഇപ്പൊ നിയമപരമായിട്ടുള്ള ചട്ടം എന്താണ് പറയുന്നത്? ആ ചട്ടം അവിടെ ഉണ്ടെങ്കിൽ അതേപോലെ ചട്ടം ഇപ്പുറത്തുണ്ട്, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കൗൺസിലർക്ക് അവധി അനുവദിക്കേണ്ടത് കൗൺസിലർ തന്നെയാണ്. അതുപോലെ തന്നെ നിലവിൽ ഈ വിഷയത്തിൽ സമാനമായൊരു കേസിൽ പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡ് കൗൺസിലർ ശ്രീ സുൽഫിക്കർ, അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് 3 കമ്മിറ്റിയിൽ പങ്കെടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ കൗൺസിലർഷിപ്പ് മെമ്പർഷിപ്പ് ഗ്രാമപഞ്ചായത്ത് റദ്ദാക്കുകയും അത് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്തു. അതിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അദ്ദേഹം അന്യായം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി താഴെ പറയുന്ന നിരീക്ഷണങ്ങൾ അത് റദ്ദ് ചെയ്യാനാണ് ഉണ്ടായത്. 1900 അതിൽ ജുഡീഷ്യൽ കസ്റ്റഡി കാരണം യോഗങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലും അതിനായി ശ്രമിച്ചിട്ടുള്ള സാഹചര്യത്തിലും ഒരു ജനപ്രതിനിധിക്ക് സ്ഥിരമായി പദവി നഷ്ടപ്പെടാൻ പാടില്ലെന്ന് നിരീക്ഷിച്ച കോടതി അദ്ദേഹത്തിന്റെ വാർഡ് അംഗത്വം നിലനിൽക്കുന്നതാണെന്ന് വ്യക്തമാക്കുകയും അത് പുനഃസ്ഥാപിച്ച് നൽകുകയും ചെയ്തു. ഈ കോടതി ഉത്തരവ് ജൂലൈ 3, 2024 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ 182/48/2024 നമ്പർ കേസിലാണ് ഈ ഒരു വിധി വന്നത്. എന്തായാലും ഇപ്പോൾ ബഹുമാനപ്പെട്ട കൗൺസിലർ ശ്രീ ശബിനനാഥ് 2 ആക്ഷേപം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നിട്ടുണ്ട്. ഒന്നുകൂടി ഇതിന്റെ നിയമവശങ്ങൾ പരിശോധിച്ചതിനു ശേഷം സെക്രട്ടറി എന്ന നിലയിലുള്ള നടപടി സ്വീകരിക്കുന്നതായിരിക്കും. അതും ഇതേ കേസ് തന്നെയാണ്. ജുഡീഷ്യൽ കസ്റ്റഡി ആയിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് നഷ്ടമായത്. അതിനെതിരെ അപ്പോൾ ഇതിന് എന്തായാലും ബഹുമാനപ്പെട്ട കൗൺസിലറുടെ ഒരു ആക്ഷേപം പരിശോധിക്കുകയും നിയമപരമായ അഡ്വൈസ് ലഭിച്ചതിന് ശേഷം താങ്കൾ പറയുന്നത് നിലവിലെ ചട്ടപ്രകാരം ഈ അപേക്ഷ പരിഗണിച്ചതും അത് അനുവദിച്ചതിലും തെറ്റില്ല എന്നാണ് താങ്കൾ പറയുന്നത്. കൗൺസിലിന് തീരുമാനിക്കാം അവധി കൊടുക്കുന്നത് സംബന്ധിച്ച്. അപ്പോൾ എൻ്റെ ഒരു ഫൈൻഡിങ് അതാണ്. എന്തായാലും ആക്ഷേപം വന്ന സ്ഥിതിക്ക് ഒന്നുകൂടെ സെക്രട്ടറി എന്ന നിലയിലുള്ള എൻ്റെ ഒരു പരിശോധന നടത്തിയതിനു ശേഷം ഞാനത് ഇത് കൗൺസിൽ പാസ്സായിട്ടുണ്ട്. അവധി ഇന്നത്തെ കൗൺസിലിൽ അത് പാസ്സായതായിട്ടാണ് മേയർ പറഞ്ഞ സ്ഥിതിക്ക് അത് പാസ്സായിട്ടുണ്ട്. നമുക്കൊരു വിഷയം പറയാനുള്ളൂ. അദ്ദേഹം കേരള പഞ്ചായത്ത് ആക്ടിന്റെ സെക്ഷൻ 35K വെച്ചുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് ആലപ്പുഴയിലെ. അതിനേക്കാളും കൂടുതൽ സമാനമായിട്ടുള്ള കേരള മുനിസിപ്പൽ ചട്ടത്തിൽ കഴിഞ്ഞ മാസം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു പ്രതിപക്ഷ കൗൺസിലറെ ഇതുപോലെ അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാക്കാനുള്ള തീരുമാനം BJP മുനിസിപ്പാലിറ്റി എടുത്തു. അപ്പൊ ആദ്യമേ എനിക്ക് പറയേണ്ടത് ഈ എനിക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ള കാര്യം, ഈ കൗൺസിലിലോ ആക്ടിലോ ഒരിടത്തും ഈ തൊള്ള കീറി ശബ്ദ വോട്ടോടെ കൗൺസിലിന് അവധി കൊടുക്കാൻ പറ്റുന്ന നിയമമൊന്നുമില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതിനകത്ത് അദ്ദേഹത്തിന്റെ കീഴിൽ ഉണ്ടാവും ഈ ലീവ് ഇതുപോലത്തെ കാര്യങ്ങൾ കൂടെ കഴിയത്തില്ല. നാളെ കാപ്പ കേസ് പ്രതിക്ക് നിങ്ങൾ 6 മാസം ലീവ് കൊടുക്കുകയാണെങ്കിൽ ഇനി കൊലപാതക പ്രതിയും ഈ പറഞ്ഞ ഈ കൗൺസിലിൽ ഇരിക്കേണ്ടി വരും. ആലോചിച്ചേക്ക്, ഒരു കൊലപാതകം ചെയ്തിട്ട് ഒരു കൗൺസിലർ പോയി ചെയ്തിട്ട് പിന്നെ അവരെ ന്യായീകരിക്കുമല്ലോ. ഇന്ന് മേയർ തന്നില്ല ശബ്ദ വോട്ടൊന്നൊരു കാര്യമില്ല. ലീവിന് കൈപൊക്കി പാസ്സാക്കാവുന്ന നിയമവശമൊന്നും ഇല്ല. അപ്പൊ ഞാൻ പറയുന്നത് അദ്ദേഹം പഠിക്കട്ടെ, പക്ഷെ സ്ട്രോങ് ആയിട്ട് ഇതിന് തിരിച്ചു മറിച്ചുമുള്ള കേസുകളുണ്ട്. ഞാൻ സൈറ്റ് ചെയ്യുന്നത് കേരള മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം പാലക്കാട് മുനിസിപ്പാലിറ്റി നടന്ന കേസിൽ ഇത് പറഞ്ഞുകൊണ്ട് 3 തവണ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കൗൺസിലറിന്റെ സ്ഥാനം റദ്ദാക്കിയപ്പോൾ അത് BJP-കാർ റദ്ദാക്കിയപ്പോൾ അതേ BJP-യുടെ ഉള്ള തിരുവനന്തപുരം മുനിസിപ്പാലിറ്റിയും BJP-കാരനായതുകൊണ്ട് അകത്ത് കയറ്റുകയാണ്. ഇതിനൊക്കെ നിയമമുണ്ട്. നിയമവ്യവസ്ഥ അനുസരിച്ച് ബഹുമാനപ്പെട്ട സെക്രട്ടറി നമ്മൾ പരാതി കൊടുത്തു. അദ്ദേഹം പഠിക്കട്ടെ. നമ്മൾ എന്തായാലും ഹയർ ഇതിലേക്ക് പോകാറുണ്ട്. ഒരു കാര്യം പറയാനുള്ളൂ, നിയമവും ചട്ടങ്ങളും ഒക്കെ പഠിക്കണം. അല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. ഇപ്പൊ ഡൽഹി കണ്ടതാണ്. അതേപോലെ തന്നെ ജനങ്ങളെ നിയമം പഠിപ്പിക്കുക. ഒറ്റ കാര്യം, എന്റെ ഈ സോഷ്യൽ മീഡിയക്ക് ഇതിൽ ട്രോളാൻ പോകുന്ന BJP ഫ്രണ്ട്സിനോട്, നിങ്ങൾ ഏത് നിയമം ഏത് വകുപ്പ് അത് പ്രകാരം ലീവ് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരൊറ്റ കാര്യം എന്നോട് എല്ലാവരും പറഞ്ഞാൽ മതി. നമ്മളെ ഹാപ്പി.
നമ്മൾ ശക്തമായിട്ട് ലീഗലായിട്ട് തന്നെ. താങ്ക് യു.